പ്രീത, ഈ ഇറാന്റെ ഫത്വ എന്ന് പറയുമ്പോൾ നെതന്യാഹു ഒക്കെ പേടിക്കുന്നുണ്ടോ? നെതന്യാഹുവും ട്രംപും ഒക്കെ പേടിക്കുമോ എന്ന് ചോദിച്ചാൽ അവർ ജാഗ്രതയോടെ ഇരിക്കും. കാരണം ഇത് പ്രതീക്ഷിക്കാതിരിക്കുന്നില്ല ഇവർ. ഇറാൻ മാത്രമല്ല, ഇറാനെ പോലുള്ള ഇത്തരത്തിൽ ഇസ്ലാമിക തീവ്രവാദമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള, അതായത് ഇറാൻ പ്രോക്സികളെ വെച്ചിട്ടാണല്ലോ ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. അപ്പോൾ അവർക്കിപ്പോൾ അവിടെ ഇരുന്ന് പറഞ്ഞാലും ഇറാനിലിരുന്ന് ഒരു ഫത്വ വന്നു, അതിനിപ്പോൾ നമുക്ക് എന്താ എന്നുള്ളതല്ല. ഇറാനിൽ നിന്ന് ഫത്വ വന്നതിന് ശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു എഴുത്തുകാരനെതിരെ, സൽമാൻ റുഷ്ദി എന്നാണ് പേര് തോന്നുന്നത്, അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഫത്വ വന്നിട്ട് അത് നടപ്പാക്കിയത് വർഷങ്ങൾക്ക് ശേഷം ഏതോ ഒരാളാണ്. ഈ ഫത്വ ഏറ്റെടുത്ത് നടപ്പാക്കിയത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ അതിനെ നമുക്ക് നിസ്സാരമായിട്ടൊന്നും കാണാൻ പറ്റില്ല. അപ്പം ഇത് പ്രതീക്ഷിക്കാതിരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അമേരിക്ക ഇറാനൊക്കെ സംഘർഷം, ഈ ഇസ്രായേലുമായിട്ടൊക്കെ ഉള്ള സംഘർഷമൊക്കെ നടക്കുന്ന സമയത്ത് US-ൻ്റെ നാഷണൽ ടെററിസം അഡ്വൈസറി സിസ്റ്റം ബുള്ളറ്റിനുണ്ട്. ആ ബുള്ളറ്റിൻ പുറത്തു വിട്ടേക്കുന്ന ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ജൂൺ 22-നാണ്. അതിൽ പറയുന്നത് ഇറാനിൽ ഉണ്ടായിരിക്കുന്ന സംഘർഷം അമേരിക്കയിൽ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇറാനിയൻ അനുകൂല ഹാക്കർമാർ US നെറ്റ്വർക്കുകൾക്കെതിരെ സൈബർ ആക്രമണങ്ങളൊക്കെ നടത്താൻ സാധ്യതയുണ്ട്. 2020 ജനുവരിയിൽ കൊല്ലപ്പെട്ട ഒരു ഇറാനിയൻ സൈനിക കമാൻഡറുടെ മരണത്തിന് ഉത്തരവാദികളായി US ഉദ്യോഗസ്ഥരെ ഇറാൻ കാണുന്നുണ്ട്. അവരെ ഇല്ലാതെയാക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. അപ്പോൾ ഇറാൻ അവർക്ക് നേരെയുള്ള നടപടികൾക്കെതിരെ ഒരു പ്രതികാര നടപടി സ്വീകരിക്കാൻ മതവിധി, അതായത് ഫത്വ പുറപ്പെടുവിക്കാനുള്ള നീക്കമൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ സംഘർഷം, അതായത് ഇറാന്റെ അവരുടെ രാജ്യത്തിന് ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങൾക്ക് മറുപടിയായിട്ട് അക്രമാസക്തരായിട്ടുള്ള തീവ്രവാദികൾ സ്വതന്ത്രമായിട്ടുള്ള ഒരു ആക്രമണത്തിനൊക്കെ ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഹോംലാൻഡിലേക്കുള്ള ഭീകരാക്രമണങ്ങൾക്ക് സെമിറ്റിക് വിരുദ്ധ അല്ലെങ്കിൽ ഇറാൻ വിരുദ്ധ വികാരം കാരണമായിട്ടുണ്ട്. കൂടാതെ ഇസ്രായേൽ ഇറാൻ സംഘർഷം US ആസ്ഥാനമായുള്ള വ്യക്തികൾ കൂടുതൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും കാരണമാകാം. അപ്പോൾ അതിൽ പറയുന്നത്, ഇവർ ഈ തരത്തിലുള്ള ഒരു കാര്യത്തെ, അതായത് ഈ ഫത്വ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ, അല്ലെങ്കിൽ ഒരു ഭീഷണി, ആ ഭീഷണികളെ US ഒക്കെ നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവർ ഏത് രീതിയിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യം പ്രെഡിക്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്, അമേരിക്കയിൽ തന്നെ സ്ലീപ്പർ സെല്ലുകളുടെ വ്യാപനം വല്ലാതെ ആയിട്ടുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കൂടി വരുന്നുണ്ട്. അപ്പം ആ സ്റ്റേറ്റ്മെന്റ് കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്, അമേരിക്കയും, അതായത് നമ്മളിവിടെ സ്ലീപ്പർ സെല്ല് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് നമ്മുടെ രാജ്യത്താണ്, പക്ഷെ അമേരിക്കയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ, അത് ഇറാൻ്റെ ആയിരിക്കാം, അല്ലാതെയുള്ളവരുടേതായിരിക്കാം, പല രാജ്യങ്ങളായിട്ട് ഈ ഇസ്ലാമിക ടെററിസം നീണ്ടു കിടക്കുന്നത് കൊണ്ട് തന്നെ പല രീതികൾ വഴി ഇതെല്ലാം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഇറാൻ അവിടെ നിന്ന് ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇറാൻ പൗരൻ തന്നെ, അല്ലെങ്കിൽ ഇറാനിൽ നിന്നുള്ള ഒരു തീവ്രവാദി തന്നെ വന്നിട്ട് അത് ചെയ്യണമെന്നില്ല. ഇറാൻ ഒരു ഫത്വ പുറപ്പെടുവിക്കുമ്പോൾ അവിടെ ഷിയ വംശജർ ആണ് ഫത്വ പുറപ്പെടുവിച്ചത് എന്നില്ല. അത് ഏറ്റെടുക്കുന്നത് ആഗോളതലത്തിലുള്ള തീവ്ര നിലപാടുകളുള്ള മുസ്ലിം ആ ഒരു സമുദായത്തിൽപ്പെട്ടവരായിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇന്ന് യൂറോപ്യൻ കൺട്രീസിലെല്ലാം തന്നെ പലതരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയമായതുകൊണ്ട് തന്നെ ഇത് ഏറ്റെടുക്കുന്നത് ഷിയ വംശജർ തന്നെ ആയിരിക്കണമെന്നുമില്ല. അപ്പോൾ നേരത്തെ കാണിച്ച ആ ബുള്ളറ്റിൻ കാലഹരണപ്പെടുന്നത്, അതായത് അതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് 2025 സെപ്റ്റംബർ 22 രാത്രി 12 മണി വരെ ആ ഒരു ജാഗ്രത ഉണ്ടാവും. അത് അപ്പോഴേ കാലഹരണപ്പെടുകയുള്ളൂ എന്നാണ്. അപ്പം അതുവരെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാകാം. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം ഈ പറയുന്നത് പോലെ
ഇറാന്റെ പ്രോക്സികളെ വെച്ചിട്ടും ഇറാൻ ഇത്തരത്തിലുള്ള ഒരു നീക്കമൊക്കെ നടത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നേരിട്ട് ഇറാൻ അവിടെ വന്നിട്ട് ഇറാന്റെ തന്നെ ആള് നമ്മൾ പറഞ്ഞതുപോലെ ആകണമെന്നില്ല. അവിടെ ഈ നിലപാട് ഏറ്റെടുത്തുകൊണ്ട് ചാവേറാകാൻ പ്രാപ്തമായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടാകും. US ഉണ്ടാകാം. ആ US നിന്ന് തന്നെ ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു ആക്രമണം അവിടെ ഉണ്ടാകാം. ഇനി ഇസ്രായേലിലാണെങ്കിലും അത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകാം. ഇത് ഇറാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത് US-നെയോ ഇസ്രായേലിനെയോ മാത്രമല്ല, ഇത്തരത്തിലുള്ള തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാത്ത ഏതൊരു രാജ്യമാണോ അതിലേക്കെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള, ഇത്തരത്തിലുള്ള ഫത്വയൊക്കെ പുറപ്പെടാനുള്ള കാര്യവും പ്രോത്സാഹിപ്പിക്കാത്ത രാജ്യങ്ങൾക്കുണ്ട്. അതായത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാത്ത രാജ്യങ്ങളോട് അവർക്ക് വലിയ താല്പര്യമുണ്ടാകും? ഒരിക്കലുമില്ല. അപ്പൊ അവർ എന്തുകൊണ്ടാണ് ഇറാനെതിരെ അടിക്കുന്നത്? അത് ആണവ ശേഖരം എന്നൊക്കെ പറയുമ്പോഴും അവിടെ പ്രോക്സികളെ വെച്ചിട്ട് ഇസ്രായേലിനെ അടിക്കുന്ന ഒരു നിലപാട് അവിടെ എടുക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ലല്ലോ. ഹിസ്ബുള്ളയെ അടിക്കുമ്പോൾ ഇറാൻ ഇവിടെ നിന്നും മിസൈൽ വിടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അത് അവരുടെ നിലപാടാണ്. അത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭാഗത്തോടുകൂടി ഈ ഒരു നിലപാട്, തീവ്രവാദ നിലപാടുകളെ അവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പലതരത്തിലുള്ള ഈ സ്ലീപ്പർ സെല്ലുകൾ അമേരിക്കയിൽ ഉണ്ട് എന്നുള്ളത്, അത് FBI-യും സ്ലീപ്പർ സെല്ലുകളെ കുറിച്ച് ഉള്ള മുന്നറിയിപ്പുകൾ FBI അവരുടെ ഏജൻസിയും എന്താ പറയുക, രഹസ്യ അന്വേഷണ ഏജൻസി പോലും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങളൊന്നും ഈ പറയുന്ന B-2 ബോംബറുകൾക്ക് ഇറാനിലുടനീളമുള്ള ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഇറാനിയൻ സൈന്യം ഈ മേഖലയിലെ US താവളങ്ങളിൽ മിസൈൽ ആക്രമണം പല മേഖലകളിലായിട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഇവരുടെ രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ്, അതായത് IRGC, ഈ IRGC ആണ് ആഗോളതലത്തിൽ ഇത്തരത്തിലുള്ള തീവ്രവാദികളെയും ഇതിനെ പ്രോത്സാഹിക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും ഒക്കെ എന്താ പറയാ സംയോജിപ്പിച്ച് കൊണ്ടുപോകുക എന്നൊക്കെ പറയില്ല, അത്തരത്തിൽ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ മുൻകൈ എടുക്കുന്നതായിട്ടുള്ള വിവരങ്ങളൊക്കെ FBI-ക്ക് കിട്ടിയതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ FBI-ക്കൊക്കെ അത്തരം വിവരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനെ തള്ളിക്കളയാനും കഴിയില്ല. അപ്പോൾ അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾ തന്നെ സ്ലീപ്പർ സെല്ലുകൾ സജീവമായി അവരുടെ നാട്ടിൽ പോലും ഉണ്ട് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. നേരത്തെ യൂറോപ്യൻ കൺട്രീസിലൊന്നും ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകളുടെ എന്താ പറയാ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അതെ, ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ഈ ആക്രമണങ്ങൾ നടന്ന് ഇതിന്റെ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ പലതും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു 11ഓളം ഇറാനിയൻ പൗരന്മാരെയാണ് അമേരിക്കയിലെ 8 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് പിടിച്ചത്. ഇവരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വന്നവരാണ് എന്നുള്ള കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഇറാന്റെ എന്താ പറയാ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗമായിരിക്കാം, അത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഒരു കാര്യത്തിലുള്ള അന്വേഷണം അത് നീണ്ടു പോകുമ്പോൾ ചെന്ന് നിൽക്കുന്നത് തീവ്രവാദ പ്രവർത്തനത്തിലേക്കാണെങ്കിൽ ആഗോളതലത്തിൽ ഇസ്ലാമിക തീവ്രവാദം അത്രത്തോളം വലുതായി എന്ന് തന്നെ നമ്മൾ കാണണം, വളർന്നു എന്ന് തന്നെ നമ്മൾ കരുതണം. അപ്പോൾ അമേരിക്കയും പോലും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ എന്താ പറയുക, അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളും ഇതിനെ ഇല്ലാതെയാക്കാനുള്ള പ്രവർത്തനങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫത്വ പുറപ്പെടുവിക്കുമ്പോൾ അങ്ങ് പോയി എന്താ പറയുക, അതൊരു ചീള് കേസ് എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അമേരിക്ക പോലും എത്തിയിട്ടുണ്ട്.